സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ശ്രദ്ധേയമായി. സാഹോദര്യവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ വ്യക്തമാക്കി. വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോരുത്തരും ഈദ്ഗാഹിൽ പങ്കെടുത്തത്. സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. സാഹോദര്യവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ വ്യക്തമാക്കി. സഹജീവികളോടുള്ള കരുണയും കരുതലും നമ്മുടെ ആഘോഷത്തിൽ പ്രതിഫലിക്കണമെന്നും നീതിബോധത്തോടെ വേണം നമ്മുടെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും ക്രമീകരിക്കേണ്ടതെന്നത് നാം വിസ്മരിക്കരുത് എന്ന മുഖ്യ പ്രഭാഷണം നടത്തി യൂസുഫ് സൊലാഹി അഭിപ്രായപ്പെട്ടു. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈദുൽ ഫിത്ർ ഒരിക്കൽ കൂടെ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. കുളിച്ചു വൃത്തിയായി പുത്തൻ ഉടയാടകൾ അണിഞ്ഞ് സുഗന്ധം പൂശി തക്ബീർ ധ്വനികൾ മുഴക്കി പരസ്പരം സലാം പറഞ്ഞ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ നമ്മുടെ കൂടെ ഈദുൽ ഫിത്റിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കാരത്തിൽ ഒരു സഫിൽ നിന്നുകൊണ്ട് ചേർന്ന് നിന്ന് നമസ്കരിച്ച പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. അവർ അല്ലാഹുവിൻ്റെ ഒളിക്കുത്തരം നൽകി 6 അടി മണ്ണിലാണ്. റമദാനിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന പല ആളുകളും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.